ആഹാ, ഇവിടെ കളിക്കായിരുന്നോ? ഏട്ടാ അതൊന്ന് നോക്ക്. എന്തത്? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുഞ്ഞിന്റെ സ്കൂളിലൊന്ന് കയറിയതാ. അവന്റെ യൂണിഫോമിന്റെയും ബുക്കിന്റെയും പിന്നെ സ്കൂൾ ഫീസും ട്രാൻസ്പോർട്ടും എല്ലാം കൂടിയിട്ട് ഒരു കണക്കും ഇങ്ങട് തന്നു. ജൂൺ 1 സ്കൂൾ തുറക്കല്ലേ, ഇതൊക്കെ കൊണ്ടുപോയി അടയ്ക്കണം അതിന് മുമ്പ്. ഇതിപ്പോ 40,000 വരുന്നുണ്ടല്ലോ. അതല്ലേ പറഞ്ഞത്, ഇതിപ്പോ ഇവന് മാത്രം മതിയോ? അവക്ക് വേണ്ടേ? അവക്ക് ഇതിന്റെ ഇരട്ടിയാണ് വരിക. അത് കാര്യാക്കൊന്നും വേണ്ട. ഇതിപ്പോ എന്തായാലും മക്കളെ എഡ്യൂക്കേഷന് വേണ്ടിട്ടല്ലേ. ഇനിയിപ്പോ ആ സ്കൂളിൽ നല്ല വിദ്യാഭ്യാസവും ആക്ടിവിറ്റിയും പിന്നെ നല്ല ഫെസിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ 40,000 കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ലാണ്ടൊന്നും അല്ല, കുഴപ്പമൊക്കെ ഉണ്ട്. ഇതിപ്പോ അടുത്ത് വേറെ നല്ല സ്കൂളുകളൊന്നും ഇല്ല. അപ്പൊ വേറെ ഒരു നിവൃത്തിയില്ലാണ്ടാണ് അത്രയും ദൂരം കൊണ്ട് ചേർത്തിയത്. ഇതിപ്പോ മുടിഞ്ഞ ഫീസും ഇതിപ്പോ എങ്ങനെ കിട്ടുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല. അളിയന് ഇതൊക്കെ വലിയ പൈസയാണോ? ഇതാകെ കൂടെ ഒരു വർഷത്തെ ഫീസ് അല്ലേ, അല്ലാണ്ട് ഒരു മാസം നല്ലല്ലോ. ഇതിപ്പോ അളിയന്റെ ഒരു മാസം ശമ്പളം വേണ്ട ഇത് അടയ്ക്കാൻ. അങ്ങനെയൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ ഏട്ടാ? അതൊരു പെൺകുട്ടിയല്ലേ ഞങ്ങക്ക് വളർന്നു വരുന്നത്. അതില് ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി വെക്കണ്ടേ? ഇതിപ്പോ തുടക്കമായിട്ടേ ഉള്ളൂ. ഈ കാണുന്ന ഫീസ് ഒന്നും അല്ല. ഈ വർഷം അവസാനം ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പൈസ ചെലവാകാനുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ സഹായിക്കാൻ ആരും ഇല്ലാണ്ടായിപ്പോയി. എടി നീ വിഷമിക്കണ്ട. ഇതിപ്പോ ഒരു 40,000 രൂപയല്ലേ, മോന്റെ ഫീസ് ഞാൻ അടച്ചോളാം, പോരെ? ആവൂ, സമാധാനമായി. ഇനിയിപ്പോ മോളെ ഫീസിന് എന്താ ചെയ്യാന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ ഇനി അതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്തായാലും നമുക്ക് കുറച്ച് ദിവസം ഉണ്ടല്ലോ, എന്തേലും വഴി കാണാം. പറഞ്ഞാ പറഞ്ഞതായിരിക്കണേ ഏട്ടാ. കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ കാര്യ. എന്തായാലും ആ ബില്ലിങ് ഇടുക. മോളെ ബില്ല് ഞാൻ പിന്നെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഏട്ടനെ ഞാൻ വിളിച്ചു പറയട്ടെ. അവിടെ ഇപ്പൊ തീ തിന്നോണ്ടിരിക്കായിരിക്കും. എന്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര സമാധാനമാവും.